നമസ്കാരം. ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി നാടുതാ ചോരക്കളമായി മാറി. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ഒന്നും പോരാ, നമുക്ക് എല്ലായിടത്തും ഫസ്റ്റ് പ്രൈസ് കിട്ടണം, അതൊരു നിർബന്ധമാണ്. അപ്പോൾ മുഖ്യ ബുദ്ധിശാലി ഇന്നലെ മണിക്കൂറുകളുടെ ചിന്തയ്ക്ക് ശേഷം, അവലോകനത്തിന് ശേഷം ഒരു നിഗമനത്തിലെത്തിയായിരുന്നു. എന്താണ് തോൽവിക്ക് കാരണം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം എന്നോണം നമുക്കതിനെ കണക്കിലെടുക്കാം. കാരണം ജനങ്ങളെ വർഗീയത പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സാകെ BJP മാറ്റിയിട്ടുണ്ട്. അത് വളരെ ആശങ്കാജനകമാണ്. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവം വേറെയില്ല. സ്റ്റേജുകൾ തോറും മൈക്ക് കെട്ടി പ്രസംഗിച്ചതാണ് BJPക്കാർ വന്നാൽ ബീഫ് തിന്നാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ എന്നിട്ടും ജനങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് ജനങ്ങളുടെ ചിന്താശേഷി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തെ വലിയ നാശത്തിലേക്ക് നയിക്കും എന്നതാണ് മുഖ്യ ബുദ്ധിശാലിയുടെ ഒരു നിഗമനം. അപ്പം ജനങ്ങൾക്ക് ഇനി മുതൽ അവർക്ക് വെളിവ് വരാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുകയോ മറ്റോ ചെയ്യുകയായിരിക്കാം ഇതിനുള്ള പ്രതിവിധി. ഏതായാലും തെറിയാശാൻ പറഞ്ഞതും മുഖ്യ ബുദ്ധിശാലി പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരാൾ അയാളുടെ ശൈലിയിൽ പറഞ്ഞു, നാട്ടുകാർ ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് നക്കിയിട്ട് നന്ദിയേട് കാണിച്ചെന്ന്. അത് വേറൊരു തരത്തിൽ ജനങ്ങളുടെ മേൽ പഴിചാരുകയായിരുന്നു നമ്മുടെ മുഖ്യ ബുദ്ധിശാലി. ഇവരാരെങ്ങനെ പറഞ്ഞു വെച്ചാലും അവസാനം അത് ജനങ്ങളുടെ അവിവേകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തിച്ചേരും. ഇനിയിപ്പോൾ CBIയെ ഏൽപ്പിക്കാൻ പോവാന്നൊക്കെയാണ് പറയുന്നത്, തോൽവിയുടെ കാരണം കണ്ടെത്താൻ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇങ്ങനെയുള്ള പരിതാപങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഒരുപാട് പേര് നെഞ്ച തലയ്ക്കുമ്പോഴും കരയുമ്പോഴും ഒക്കെ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വെട്ടും കുത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. പട്ടാപ്പകലല്ലേ 10-30 എണ്ണം ഒരു വീട്ടിൽ കയറി വടിവാളുമായിട്ട് വെട്ടാൻ ചെന്നത്. ബ്രണ്ണൻ കോളേജിൻ്റെ വരാന്ത കണ്ടതിൻ്റെ ഒരു ഗുണവേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്രയൊക്കെ വിഷമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരിടത്ത്, അതായത് BJP മുക്രയിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം 5 വർഷം കൊണ്ട് പുഷ്പം പോലെ സാധിച്ചു കൊടുത്ത് BJPയുടെ ഐശ്വര്യമായിട്ട് മാറിയ, തിലകക്കുറിയായി മാറിയ നമ്മുടെ മേയർ ഊട്ടി, അല്ലല്ലോ വീടിന് വെറും ഊട്ടിയാണല്ലോ. അപ്പോൾ വെറും ഊട്ടി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇനിയും നശിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും, എനിക്ക് വലിയ കഴിവുകൾ ഏറിക്കിടക്കുകയാണ്, എന്നിലെ കഴിവേറിത്തരം തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് എൻ്റെ രാഷ്ട്രീയ ആദർശമാണ് എന്ന് ഉറപ്പിച്ച് വീണ്ടും പറയുകയാണ് വെറും ഊട്ടി. ചെറിയ പ്രായം വിട്ടൊരു കളിയില്ല. ആകെ അത് മാത്രമേ ഉള്ളൂ ഇനി മിച്ചം. ചെറിയ പ്രായമൊക്കെ കഴിഞ്ഞ്, ചെറിയ പ്രായത്തിൽ കാട്ടിക്കൂട്ടിയതൊന്നും ഇനി ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ഈ 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരം ഇതിനപ്പുറം കോമാളിത്തരങ്ങൾ കാണാനില്ല. എന്തൊക്കെ ബഹളമായിരുന്നു. നടു റോഡിൽ പാതിരാത്രിക്ക് ബസ് തടയുന്നു, ഇടാത്ത പൊങ്കാലയ്ക്ക് വരാത്ത ചാരം വാരി തിന്നാത്ത ആളുകളെ കൊണ്ട് ബിരിയാണി തീറ്റിച്ച് ഇല്ലാത്ത ബില്ലുകൾ ഉണ്ടാക്കുന്നു, രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറിയ ആളാകുന്നു എന്ന് വേണ്ട. ശിവൻകുട്ടി അദ്ദേഹം തന്ന സപ്രട്ടിക്കറ്റ് ഏതായാലും സൂക്ഷിച്ചു വെച്ചോ, ഭാവിയിൽ ഉപകാരപ്പെടും. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരാളെ 4ാം ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ പറ്റുമോ എന്നാണ് മേയർ ഊട്ടിയെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. ഇതല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നില അർഹിക്കുന്നുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതൊരു മുതൽക്കൂട്ടായിരിക്കും. സംഘടനാ രംഗത്തിൽ കൂടി കടന്നു വരുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച അനുഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് കാണിച്ച കയ്യൂക്കും ധാർഷ്ട്യവും അഹന്തയും തലക്കനും ഒക്കെ പിന്നെ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പിന്നെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന മുഖ്യ വിദഗ്ധനിൽ നിന്നും ഒക്കെ പഠിച്ചതാണെന്ന് മനസ്സിലായി. അതൊക്കെ തെളിയിച്ചു കൊടുത്തല്ലോ. അതുകൊണ്ടല്ലേ ജനങ്ങൾ ഇനി എന്നേക്കായിട്ട് വീട്ടിലിരുന്നോളാൻ പറയാതെ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഈ കാണിച്ച റീൽസിലൊന്നും വീഴാതെ ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ കടമ നിർവഹിച്ചത്. പ്രഹസനം എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് വന്നിരുന്ന് ഒപ്പിടുന്നു. എന്തൊക്കെ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് പ്രഹസനം നടത്തിയാലും ആരെന്ത് ചെയ്തു, ആർക്കെന്ത് കിട്ടി, ആരെന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ചെറിയ കാലയളവിനുള്ളിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു. ഇപ്പൊ പണ്ട് ചിന്താശേഷി ഇല്ലാതിരുന്ന, തിരിച്ചറിവും വിവേകവും ഇല്ലാതിരുന്ന ആളുകളിൽ പോലും അത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഒരു നേട്ടമാണ്. അതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പണ്ടൊക്കെ മുന്നിൽ ചെന്ന് നിന്ന് നിളിച്ച് കാണിച്ചാലോ 2 കിറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ 100 രൂപ പെൻഷൻ കൊടുത്താലോ ഒക്കെ ജനങ്ങൾ ഉടനെ അടിച്ചും തല്ലിയും കാമഴ്ന്ന് വീടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. 10 ലക്ഷത്തിലധികം ജനസംഖ്യ വരുന്ന നഗരത്തിന്റെ ചുമതല 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായത്. അതിലെങ്ങനെ ഖേദിക്കണമെന്നറിയാതെ മാറി മാറി മുഖത്തോട്ട് നോക്കി മിണ്ടാതിരിക്കുകയോ ഇപ്പൊ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രധാനികൾ.
മിക്കവാറും പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ആദ്യം വന്ന് കാണുന്നത് ഊട്ടിയെ ആയിരിക്കും. കാരണം BJPക്ക് കോർപ്പറേഷൻ കൊടുക്കാൻ മാത്രമുള്ള കഴിവ് ഈ ചെറിയ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ആ വാർത്തകൾ വരുമ്പോൾ പോലും പ്രധാനമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിൽ എന്ത് കഴിവുണ്ട് എന്ന് ഒരു പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത്. നിങ്ങൾ മാത്രമല്ല തിരിച്ചറിഞ്ഞത്, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഇങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ജനങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞ ഒരു സമയമാണ് കേട്ടോ അത്. CCTV 4 വശത്തുമുള്ള നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് പാതിരാത്രിയിൽ നടു റോഡിൽ സിനിമ സ്റ്റൈലിൽ ഒരു KSRTC ബസ്സിന് മുമ്പിൽ കുറുകെ പിടിക്കുക കാറ് കൊണ്ടിട്ട്, അതിൽ നിന്ന് സിനിമ സ്റ്റൈലിൽ ഇറങ്ങി വരിക, ഡ്രൈവറെ ഇറക്കി താഴെ ഇടാൻ ശ്രമിക്കുക, അവസാനം ബസ്സിനകത്ത് ഇടിച്ചു കയറുക, അവിടെ കിടന്ന് വേണ്ട ബഹളം, മെമ്മറി കാർഡിനെ ആവിയാക്കുക, അവസാനം എന്താ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനകത്ത് മേയർ ഊട്ടിയുടെ പേര് പോലും ഇല്ല. ഇതൊക്കെ ചില്ലറ കഴിവുകളല്ല. പിന്നെ ഒരുത്തൻ്റെ ജീവിതം താറുമാറാക്കാനുള്ള ഒരു കഴിവെന്ന് പറഞ്ഞ് അത് എവിടുന്ന് പഠിച്ച്? കണക്കിന് പൂജ്യമാണെന്നും ഇതാന്നൊക്കെ നാട്ടുകാരറിഞ്ഞത്, അതൊക്കെ പോട്ടെ. സപ്പറേറ്റ് ടിക്കറ്റിലൊന്നും അല്ല കാര്യം നമ്മുടെ കഴിവിരിക്കുന്നതെന്ന് ഇതിലൂടെ തെളിയിച്ച് കൊടുത്തില്ലേ? നാട്ടുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. പഠിച്ചിട്ടൊന്നും കാര്യമില്ല, കഴിവ് അതാണ് പ്രധാനം. കഴിവ് കൊണ്ട് ഒരു കോർപ്പറേഷൻ തന്നെ കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്നെനിക്ക് സ്വയം ഞാൻ ബോധ്യപ്പെടുകയാണ്. അപ്പം ഞാനൊരു വലിയ ആളായത് കൊണ്ടല്ല. അത്ര മിനിയൊന്നും വേണ്ട, ഇത്തിരി വലിയ ആള് തന്നെ. ഞങ്ങളൊക്കെ സമ്മതിച്ചു തന്ന കാര്യമല്ലേ. പോരെങ്കിൽ യദുവിനെ കൊണ്ടൊരു സ്പെഷ്യൽ സമ്മതിപ്പിക്കലും കൂടെ നടത്താം. അതിന് പാകപ്പെടുത്തിയ ചില അനുഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറിയ പ്രായത്തിലെ വലിയൊരു 10 ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന വലിയൊരു നഗരത്തിന്റെ മാതാവായിട്ട് ചുമതലയേറ്റ് 5 വർഷം കൊണ്ട് അവർക്ക് വേണ്ടി സേവിച്ച് മടുത്തില്ലേ? അതിനിടയ്ക്ക് അരിയുടെ പാകം പോലും നോക്കുന്ന ആ ഒരു അറിവ് കിട്ടി കാണില്ല. അടുക്കളയിലെ പിന്നെ അവിയലിന്റെ പാകം എങ്ങനെയാണ്, മോര് കൂട്ടാൻ്റെ പാകം എങ്ങനെയാണ്, അതും കൂടൊക്കെ ഇനിയൊന്ന് പാകം നോക്കാൻ വേണ്ടി കുറച്ച് നാളിരുന്ന് പഠിക്കും. അർഹതയില്ലാത്തവൻ അധികാരം കിട്ടുമ്പോഴേ പെട്ടെന്ന് തലയ്ക്കൊരു മത്ത് പിടിക്കും. പിന്നെ അതൊന്ന് കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കണം. ഇപ്പൊ ഏകദേശം ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് നാളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ തീരാവുന്ന അസുഖമേ ഉള്ളൂ. ക്രൈസിസ് വരുമ്പോൾ എപ്പോഴും ക്രൈസിസിനനുസരിച്ച് അഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ എപ്പോഴും ആ ക്രൈസിസിനെ നേരിടാനാണ് എപ്പോഴും ശ്രമിക്കുക. ആ ക്രൈസിസിനെ എൻ്റെ പൊന്ന് ക്രൈസ്റ്റേ, ഈ ക്രൈസിസ് ഇപ്പോൾ ഒരു 4.5 പ്രാവശ്യം കേട്ട്. അല്ല, ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ക്രൈസിസിനെ അഭിമാന ബോധത്തോടു കൂടി നേരിടാനുള്ള ഒരു മനസാന്നിധ്യം ഞങ്ങൾ കാണിച്ചിരുന്നു. ഇനിയുള്ള ഒരു പ്രധാന ക്രൈസിസിനെ ഞങ്ങൾ നേരിടാൻ ഏതാനും മാസങ്ങൾ കൂടിയേ ഉള്ളൂ. ആ ക്രൈസിസ് തീരുന്നതോടുകൂടി കേരളത്തിൻ്റെ മൊത്തം ക്രൈസിസിന് ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. അപ്പോൾ ഉണ്ടായിരുന്ന ക്രൈസിസ് എല്ലാം തീർത്തല്ലോ, ആവശ്യത്തിനുള്ള ക്രൈസിസ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തല്ലോ. ഇനി കിട്ടിയ ക്രൈസിസുമായിട്ട് വീട്ടിൽ പോയിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നീക്കുക.